നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് മേഖലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശം. ആടയാഭരണങ്ങളില്ലാതെ കരിവീര ചന്തം തീർത്ത് വടക്കുന്നാഥനിൽ ആനയൂട്ട്. കനത്ത മഴയെ അവഗണിച്ചെത്തിയത് ആയിരങ്ങൾ. വല്ലച്ചിറ പുല്ലാനിപ്പാടത്തു നിന്നും സ്കൂട്ടർ മോഷണം പോയ കേസിൽ ഇരിങ്ങാലക്കുട വെള്ളാങ്ങല്ലൂർ സ്വദേശി തറയിൽ വീട്ടിൽ 25 വയസ്സുള്ള റിജു അറസ്റ്റിൽ. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. ചേർപ്പ് മേഖലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശം. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിന്റെ മുൻവശത്തെ ഇരുമ്പ് ഷീറ്റ് മേഞ്ഞ നടപ്പുരയ്ക്ക് കാറ്റിൽ നാശം. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയുണ്ടായ ശക്തമായ കാറ്റിൽ കൂറ്റൻ ഇരുമ്പ് തൂണുകൾ വളഞ്ഞ് മേൽക്കൂര ഒരു വശത്തേക്ക് ചെരിഞ്ഞ നിലയിലാണ്. നിരവധി സ്ഥലങ്ങളിൽ മരവും മരക്കൊമ്പുകളും വീണു. തിങ്കളാഴ്ച രാത്രി നിലച്ച വൈദ്യുതി ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് പല സ്ഥലത്തും പുനഃസ്ഥാപിച്ചത്. അതേസമയം വൈദ്യുതി പ്രശ്നങ്ങൾ അറിയിക്കാൻ KSEBയുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ആർക്കും ലഭിക്കുന്നില്ലെന്ന വ്യാപക പരാതിയുമുണ്ട്. ഇതുമൂലം കറണ്ട് എപ്പോൾ പുനഃസ്ഥാപിക്കുമെന്ന വിവരവും അറിയാൻ കഴിയുന്നില്ല എന്നും പരാതി ഉയർന്നു. ചേർപ്പ്, പെരുമ്പിള്ളിശ്ശേരി, ഊരകം, എട്ടുമന, വല്ലച്ചിറ തുടങ്ങിയ പ്രദേശങ്ങളിൽ തിങ്കളാഴ്ച രാത്രി മുതൽ വൈദ്യുതിയില്ല. ചൊവ്വൂർ മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്ത് പൊറാടൻ ശശിയുടെ വീടിന് മുകളിൽ തെങ്ങ് വീണു. ശശിയും ഭാര്യ ശോഭനയും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അടുക്കള പൂർണ്ണമായും തകർന്നു. ഞെരുവിശ്ശേരി അമ്പലത്തിനോടടുത്തുള്ള ആൽമരം വീണതിനെ തുടർന്ന് വൈദ്യുതി കമ്പികൾ തകർന്നു. ഞെരുവിശ്ശേരി, കടലാശ്ശേരി ഭാഗങ്ങളിൽ വൈദ്യുതി നിലച്ചു. പൊട്ടുച്ചിറ അംതേക്കർ ഗ്രാമം പടിപ്പുരയ്ക്കൽ അശോകന്റെ വീടിന്റെ മുകളിൽ മരം വീണു. കരുവന്നൂർ ചെറിയ പാലത്തിന് സമീപം ബണ്ട് റോഡിൽ തെങ്ങ് വൈദ്യുതി കമ്പിയിൽ വീണു. കുണ്ടായിൽ തെങ്ങ് വീണ വൈദ്യുതി കമ്പുകൾ തകർന്നതിനാൽ പനംകുളം, പല്ലിശ്ശേരി, ആറാട്ടുപുഴ എന്നീ സ്ഥലങ്ങളിൽ വൈദ്യുതി സ്തംഭിച്ചു. ഒല്ലൂരിൽ മരം കടപുഴകി കാറിന് മുകളിൽ വീണു. ക്രിസ്റ്റഫറിനും ചീരാച്ചി വളവിനുമിടയിൽ കൃഷ്ണ ഡൈ വർക്സിന് സമീപം പ്രധാന റോഡിലാണ് സംഭവം. നിർത്തിയിട്ട കാറിന് മുകളിലേക്കാണ് വഴിയോരത്ത് നിന്നിരുന്ന വലിയ മരം കടപുഴകി വീണത്. മരത്തിന്റെ ചില്ലകളാണ് കാറിൽ പതിച്ചത്. ഈ സമയത്ത് കാറിൽ ആരും ഉണ്ടായിരുന്നില്ല. റോഡിൽ മറ്റു വാഹനങ്ങളും ഉണ്ടാകാതിരുന്നത് വലിയ അപകടം ഒഴിവായി. മരം വീണ കാറിന് കേടുപാടുകൾ സംഭവിച്ചു. റോഡിന് കുറുകെ മരം വീണതോടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് മരം മുറിച്ചു മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ശക്തമായ കാറ്റിലും മഴയിലും തൃപ്രയാർ തളിക്കുളം മേഖലയിൽ വ്യാപക നാശം. തളിക്കുളം നമ്പിക്കടവ് വലിയകത്ത് ആലി മുഹമ്മദിന്റെ വീടിന്റെ മുകളിലേക്ക് തെങ്ങ് വീണു. ചൊവ്വാഴ്ച പുലർച്ചെ 1:30യോടെയാണ് സംഭവം. ശക്തമായ കാറ്റിൽ തെങ്ങിന്റെ കടഭാഗം ഒടിഞ്ഞ് വീടിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു. വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആലി മുഹമ്മദിന്റെ ഭാര്യ 74 വയസ്സുള്ള നഫീസ, മകൻ 46 വയസ്സുള്ള ഷക്കീർ, മരുമകൾ 43 വയസ്സുള്ള റജൂല എന്നിവർക്കാണ് വീടിന്റെ ഓട് തകർന്നു വീണ് പരിക്ക് പറ്റിയത്. ഇവർ ചികിത്സ തേടി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, വാർഡ് മെമ്പർ AM മെഹബൂബ്, വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് സമീപം പ്രിയദർശിനി കോളനിയിൽ പ്ലാവ് കടപുഴകി വീണ് വീട് ഭാഗികമായി നശിച്ചു. വന്നേരി സിനിജ രമേശിന്റെ വീടിന്റെ മുകളിലേക്കാണ് പ്ലാവ് വീണത്. ചൊവ്വാഴ്ച രാവിലെ 8:45ഓടെയാണ് സംഭവം. ആർക്കും പരിക്കില്ല. തൃപ്രയാറിൽ വൻ മരം കടപുഴകി വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു.
തൃപ്രയാർ രാമൻ മേനോൻ റോഡിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മാവാണ് കടപുഴകി വീണത്. ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെയാണ് സംഭവം. മാവ് കടപുഴകി വൈദ്യുതി കമ്പിയിലേക്ക് വീണ് 3 വൈദ്യുതി പോസ്റ്റുകളാണ് ഒടിഞ്ഞു വീണത്. ഏങ്ങണ്ടൂർ പനയംകുളങ്ങര ക്ഷേത്രത്തിന് കിഴക്കേ റോഡിനോട് ചേർന്ന് നിന്നിരുന്ന ആൽമരം ഒടിഞ്ഞു വീണു. ചൊവ്വാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിലാണ് 100 വർഷത്തിലധികം പ്രായമുള്ള ആൽമരം ഒടിഞ്ഞു വീണത്. മരം വീണതിനെ തുടർന്ന് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് റോഡിലേക്ക് വീണു. ആൽമരം മുറിച്ചുമാറ്റി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ KSEB ആരംഭിച്ചു. കയ്പമംഗലം കൂരിക്കുഴിയിൽ തെങ്ങ് വീണ വീട് ഭാഗികമായി തകർന്നു. കൂരിക്കുഴി പള്ളിക്ക് തെക്ക് പഴുപ്പറമ്പിൽ കുഞ്ഞിഖാദർ മകൻ അക്തറിന്റെ ഓട് മേഞ്ഞ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. തിങ്കളാഴ്ച വൈകിട്ടാണ് കനത്ത കാറ്റിൽ പറമ്പിലെ തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണത്. സംഭവ സമയം വീട്ടിൽ ആളുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കർക്കിടക പുലരിയിൽ കനത്ത മഴയെ അവഗണിച്ച് എത്തിയത് ആയിരങ്ങൾ. ആടയാഭരണങ്ങളില്ലാതെ കരിവീര ചന്തം തീർത്ത വടക്കുന്നാഥനിൽ ആനയൂട്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഊട്ടിൽ പങ്കെടുക്കാനെത്തിയത് 65 ആനകൾ. കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ച ആയിരങ്ങളാണ് 42ാമത് വടക്കുംനാഥൻ ക്ഷേത്രം ആനയൂട്ടിന് എത്തിയത്. സ്കൂൾ അവധിയായതിനാൽ രക്ഷിതാക്കൾക്കൊപ്പം നിരവധി കുട്ടികളും ആനയൂട്ടിനെത്തി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പുലർച്ചെ 5-ന് ആരംഭിച്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. പിടിയാനകളടക്കം 65 ആനകൾ ഊട്ടിനെത്തി. കുട്ടിയാന ഗുരുവായൂർ ലക്ഷ്മിക്ക് ക്ഷേത്രമേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. 12,008 നാളികേരം, 2000 കിലോ ശർക്കര, 2000 കിലോ അവിൽ, 500 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ, ഗണപതി നാരങ്ങ, കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് 60 പേർ ചേർന്നാണ് അഷ്ടദ്രവ്യം തയ്യാറാക്കിയത്. 500 കിലോ അരിയുടെ ചോറ്, ശർക്കര, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ, കക്കിരി, തണ്ണിമത്തൻ, പഴം തുടങ്ങി 8ഓളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടും ഉൾപ്പെടുത്തിയതാണ് ആനകൾക്ക് നൽകിയത്. വെറ്ററിനറി ഡോക്ടർമാർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ പരിശോധന കഴിഞ്ഞ ആനകളെ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുപ്പിച്ചത്. റവന്യൂ മന്ത്രി കെ രാജൻ, പി ബാലചന്ദ്രൻ MLA, BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ് തുടങ്ങിയവരും ചടങ്ങിനെത്തിയിരുന്നു. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. ശ്രീരാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്ന ക്ഷേത്രങ്ങളായ തൃപ്രയാർ, ഇരിങ്ങാലക്കുട, മൂഴിക്കുളം, പായമൽ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന നാലമ്പല തീർത്ഥാടനത്തിനും ചൊവ്വാഴ്ച മുതൽ തുടക്കമായി. തൃപ്രയാറിൽ കർക്കിടകം 1-ന് പുലർച്ചെ മുഴുവൻ മഴയെ അവഗണിച്ചും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്രത്തിന് ചുറ്റമ്പലത്തിൽ മണ്ഡപത്തിൽ പതിവുള്ള സുന്ദരകാന്ഡം വായനയ്ക്ക് പുറമെ ഋഗ്വേദ മുറജപവും തുടങ്ങി. ക്ഷേത്രാങ്കണത്തിൽ സനാതന ധർമ്മ പാഠശാലയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും രാമായണ പ്രഭാഷണവും എന്നിവയും ആരംഭിച്ചു. പുസ്തകശാലയും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഭക്തർക്കു വേണ്ടി നാലമ്പല തീർത്ഥാടനത്തിനായുള്ള സ്പെഷ്യൽ KSRTC സർവീസും തുടങ്ങി. ബസിന്റെ ഫ്ളാഗ് ഓഫ് CC മുകുന്ദൻ MLA നിർവഹിച്ചു. രാവിലെ 7:30-ന് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, തിരുമുഴിക്കുളം ക്ഷേത്രം, പായമൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിൽ ചുറ്റി തിരിച്ചു വൈകിട്ട് തൃപ്രയാറിൽ തന്നെ വാഹനം എത്തിച്ചേരും. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ അഡ്വക്കേറ്റ് AU രഘുരാമപ്പണിക്കർ, തൃപ്രയാർ ക്ഷേത്ര മാനേജർ AP സുരേഷ് കുമാർ, മുൻ മാനേജർ മനോജ്, തൃപ്രയാർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്, സെക്രട്ടറി V ശശീന്ദ്രൻ, ട്രഷറർ VR പ്രകാശൻ, KK പുഷ്കരൻ, CS മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശക്തമായ മഴയിൽ തീരദേശത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രദേശത്ത് 7 വീടുകളിൽ വെള്ളം കയറി. തിങ്കളാഴ്ച രാവിലെ മുതൽ നിർത്താതെ പെയ്ത ശക്തമായ മഴയിലാണ് തീരദേശത്തെ താഴ്ന്ന പ്രദേശങ്ങളിലെ റോഡുകൾ ഉൾപ്പെടെയുള്ളവ വെള്ളക്കെട്ടിലായത്. കയ്പമംഗലം, കാളമുറി, വലപ്പാട്, കുരിശുപള്ളി വളവ്, പാലപ്പെട്ടി വളവ്, ചിലങ്ക, തെക്കുവശം എന്നിവിടങ്ങളിൽ ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂക്ഷമായത് വാഹന ഗതാഗതത്തിനും യാത്രക്കാർക്കും ബുദ്ധിമുട്ടായി. എടത്തുരുത്തിയിൽ ശ്രീമുരുകൻ തിയേറ്ററിന് തെക്കുവശത്ത് 5ഓളം വീടുകളിലും വെള്ളം കയറി. പപ്പടം കോളനിയിലും വെള്ളം കയറിയിട്ടുണ്ട്. ചില വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന പല തോടുകളും മൂടിപ്പോവുകയും വീതി കുറയുകയും ചെയ്തതോടെയാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് പറയുന്നു. എടത്തുരുത്തി കുട്ടമംഗലം അയ്യപ്പൻപടി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പെരിഞ്ഞരം യമുന ഹാളിന് പരിസരത്തെ വീടുകളിലും വെള്ളക്കെട്ടിലാണ്. കാളമുറിയിലും വെള്ളക്കെട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചന്ദ്രാപ്പറ്റി ചാമക്കാലയിൽ മിന്നൽ ചുഴലിയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും വീടുകൾക്ക് നാശം സംഭവിക്കുകയും ചെയ്തിരുന്നു.
വല്ലച്ചിറ പുല്ലാനി പാടത്തു നിന്ന് സ്കൂട്ടർ മോഷണം പോയ കേസിൽ യുവാവ് അറസ്റ്റിൽ. ഇരിങ്ങാലക്കുട വെള്ളാങ്ങല്ലൂർ സ്വദേശി തറയിൽ വീട്ടിൽ 25 വയസ്സുള്ള റിജോയാണ് അറസ്റ്റിലായത്. ഡിവൈഎസ്പി സുമേഷ്, ചേർപ്പ് ഇൻസ്പെക്ടർ കെ.ഒ. പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വല്ലച്ചിറ സ്വദേശിയുടെ ഹീറോ മാസ്ട്രോ സ്കൂട്ടറാണ് മോഷണം പോയത്. മോഷ്ടിച്ച സ്കൂട്ടറും കണ്ടെടുത്തു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ റിജോ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. മാള കടുപ്പുകരയിൽ നിന്ന് സ്കൂട്ടർ മോഷ്ടിച്ച കേസിൽ ജയിലിലായിരുന്നു. ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ 4ഉം മാള സ്റ്റേഷനിൽ 2ഉം കൂടാതെ തൃശൂർ വെസ്റ്റ്, പുതുക്കാട്, തൃശൂർ മെഡിക്കൽ കോളേജ്, കൊടുങ്ങല്ലൂർ, മതിലകം, കാട്ടൂർ, ചേർപ്പ് സ്റ്റേഷനുകളിലും ഇയാളുടെ പേരിൽ മോഷണ കേസുകളുണ്ട്. പ്രതിയെ കോടതിയിൽ റിമാൻഡ് ചെയ്തു. ചേർപ്പ് എസ്.ഐ. ശ്രീലാൽ എസ്, സീനിയർ സിപിഒമാരായ പി.എസ്. സരസപ്പൻ, ഇ.എസ്. ജീവൻ, സിപിഒമാരായ കെ.എസ്. സുമേഷ്, എം.യു. ഫൈസൽ, കെ.എ. ഹസീബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലെ ഡോക്ടർ ബി.ആർ. അംബേദ്കർ നഗറിൽ പുതിയ വായനശാലയ്ക്ക് വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് അംഗം കെ.എ. പ്രദീപിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോസ്ലി ജോയി, കെ.എൻ. മധു, മുല്ലനഴി വിജയൻ, രാംകുമാർ പെരിഞ്ചേരി, ആശാവർക്കർ അജിത, അംഗനവാടി ഹെൽപ്പർ ജോളി, വി.ആർ. ശശി, സുരേന്ദ്രൻ കെ.വി., അനുമോൾ എന്നിവർ സംസാരിച്ചു. വായനശാലയിലേക്ക് ആദ്യ പുസ്തകം മുല്ലനഴി വിജയൻ കൈമാറി. തൈക്കാട്ടുശ്ശേരി ത്രൈലോക്യമംഗലം റെസിഡൻസ് അസോസിയേഷനും ജനകീയ ആരോഗ്യ കേന്ദ്രവും മഴക്കാല ശുചീകരണവും മഴക്കാല രോഗ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ഷാജു ടി.ആർ. പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ ഹെൽത്ത് സെന്റർ MLS പി. ബ്ലസീന, ആശാവർക്കർമാരായ സരിത, സിൻഡ എന്നിവർ മഴക്കാല രോഗ ബോധവൽക്കരണ ക്ലാസ് നൽകി. ശുചിജലത്തിലോ മലിനജലത്തിലോ ആവാം ഈ എനിമൽസിന്റെ യൂറിനായിട്ടുള്ള വെള്ളം നമ്മുടെ കാലിൽ വല്ല മുറിവ്, ചെറിയ പോറലുകൾ, വലിയ മുറിവ് തന്നെയാണെന്നില്ല, കുഞ്ഞു പോറലുകൾക്ക് വരും. അതിൽ കൂടെ കയറിയിട്ടാണ്, അതിന് അണുക്കൾ കയറിയിട്ടാണ് എലിപ്പനി വരുന്നത്. അതുപോലെ വെള്ളത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാ? വയറിളക്ക രോഗങ്ങള്, കോളറ, ടൈഫോയിഡ്, ഇതൊക്കെ വെള്ളത്തിലൂടെ പകരുന്നതാണ്. വെള്ളം ഭക്ഷണത്തിലൂടെ, മലിനമായ വെള്ളത്തിലൂടെ. മഴക്കാല ശുചീകരണത്തിന് സെക്രട്ടറി സത്യൻ, വൈസ് പ്രസിഡന്റുമാരായ അനിൽകുമാർ മിനി, ജോയിന്റ് സെക്രട്ടറിമാരായ സജി റാഗി, ട്രഷറർ രഞ്ജിത്ത്, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ നാരായണൻകുട്ടി തിലകൻ, മോഹനൻ, ധർമ്മൻ, കൃഷ്ണപ്രസാദ്, ഷാജി പല്ലിശ്ശേരി, ഷാജി, അച്യുതൻ കെ, അനീഷ്, സന്തോഷ്, ബാസി, ശോഭന, റീന, ഉഷ എന്നിവർ നേതൃത്വം നൽകി. കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടി. ആസം സ്വദേശി ദിലീപ് വിശ്വാസിനെയാണ് കൊടകര പോലീസ് പിടികൂടിയത്. ക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ 5 ലക്ഷം രൂപയുടെ വസ്തുക്കളാണ് മോഷണം പോയത്. ദിലീപ് വിശ്വാസിനെ കൂടാതെ 2 പേർ കൂടി മോഷണം നടത്തിയ സംഘത്തിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ദിലീപ് വിശ്വാസ് 3 മാസത്തോളമായി കൊടകര ഉളുമ്പത്തുകുന്നിലായിരുന്നു താമസം. ഇവിടെ ഇയാൾ വെൽഡിംഗ് ജോലികൾ ചെയ്തു വരികയായിരുന്നു. മോഷണം നടത്തിയ ശേഷം മൂവർ സംഘം ആസാമിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ദിലീപ് വിശ്വാസ് ആസാമിൽ മോഷണ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിയിലായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കേരളത്തിലെ മോഷണ വിവരം അറിയുന്നത്. പ്രതിയെ ക്ഷേത്രത്തിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊടകര എസ്.ഐ. സുരേഷ്, ASI ബിനു പൗലോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി മറ്റ് 2 പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. പെരുമ്പള്ളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ ദ്വാദശി ഊട്ട് ജൂലൈ 18 വ്യാഴാഴ്ച ആഘോഷിക്കും. രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, 11 പ്രസാദ ഊട്ട്, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 8943703399 അല്ലെങ്കിൽ 9633531374 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. വല്ലച്ചിറ ചെറുശ്ശേരി തൊട്ടിപ്പറമ്പിൽ അപ്പു മകൻ ദാമോദരൻ നിര്യാതനായി. സംസ്കാരം നടന്നു. ഭാര്യ പുഷ്പ, മക്കൾ ദീപു, ദീപ, നീതു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6785 രൂപ, പവന് 54,280 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് മേഖലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശം. ആടയാഭരണങ്ങളില്ലാതെ കരിവീര ചന്തം തീർത്ത് വടക്കുന്നാഥനിൽ ആനയൂട്ട്. കനത്ത മഴയെ അവഗണിച്ചെത്തിയത് ആയിരങ്ങൾ. വല്ലച്ചിറ പുല്ലാനിപ്പാടത്തു നിന്നും സ്കൂട്ടർ മോഷണം പോയ കേസിൽ ഇരിങ്ങാലക്കുട വെള്ളാങ്ങല്ലൂർ സ്വദേശി തറയിൽ വീട്ടിൽ 25 വയസ്സുള്ള റിജു അറസ്റ്റിൽ. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.